ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തുളസിയും പനിക്കൂർക്കയും വെച്ചിട്ടുള്ള സോപ്പാണ്. അപ്പോൾ ഞാനിവിടെ തുളസിയും പനിക്കൂർക്കയും നല്ലോണം കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ലോണം മിക്സിയിലിട്ട് അരക്കണം. ഞാനിവിടെ മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നീര് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ നീര് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നതിനായിട്ട് ഒരു തുണിയിൽ വെച്ചാണ് കേട്ടോ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുന്നത്. ഇങ്ങനെ പിഴിയുമ്പോൾ നമുക്ക് നീര് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി അത് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ വെയിങ് മെഷീനിലാണ് നമ്മുടെ ഇത് സോപ്പ് ബേസ് അളക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെയിങ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ സോപ്പ് ബേസ് എടുക്കുന്നുണ്ട്. സോപ്പ് ബേസ് ഞാനിവിടെ എടുക്കുന്നത് 400-450 സംതിങ് ആണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി അങ്ങനെ മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മെൽറ്റാകുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ തുളസിയുടെയും പനിക്കൂർക്കയുടെയും നീര് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗ്ലിസറിനാണ് കൊടുക്കുന്നത്. ഈ ഗ്ലിസറിൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ആൽമണ്ട് ഓയിലാണ് കൊടുക്കുന്നത്. ഇത് 1/2 ടീസ്പൂണാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്കിട്ട് ഞാനിവിടെ മിക്സ് ചെയ്യണ്ടേ. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടോ. നല്ലോണം മിക്സ് ചെയ്താൽ ചിലപ്പോൾ നല്ല പതയാവാൻ കാരണമുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 4 വിറ്റാമിൻ ഇ കാപ്സ്യൂൾസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിവിടെ സ്മെല്ലിനായിട്ട് തുളസിയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിത് 10 ഡ്രോപ്സ് ആണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ മോൾഡിലേക്ക് ഒഴിക്കുകയാണ്. ഇത് കട്ട പിടിക്കുന്നതിന് മുമ്പേ വേഗം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയാവാൻ കാരണമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് 2 മണിക്കൂർ സെറ്റാവാൻ വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോപ്പ് നല്ല സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.